മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 22-ാം ദിനമായ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ. യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ വന്ന ശിശുവിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടിരുന്നപ്പോൾ അവനെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. കാത്തിരിപ്പുകളെല്ലാം ആത്മപ്രേരിതമായിരിക്കണം. കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ അത് കാണുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷയെ ശിമിയോൻ കാണുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നു. അതിനാൽ ദൈവജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായ മശിഹായെ കാത്തിരിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാത്തിരുന്നത് കാണുവാൻ സാധിച്ചതിലെ ആത്മനിർവൃതിയും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നാം എല്ലാവരും കാത്തിരിക്കേണ്ടുന്ന ഒരു സംഗതിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഇത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ മഹാരക്ഷ അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാകുന്ന രക്ഷയെ അവൻ യാഥാർത്ഥ്യമാക്കി തീർത്തത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. ആ മഹാവലിയ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് അന്ന് ശിമിയോൻ സാക്ഷ്യപ്പെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആ സാക്ഷ്യപ്പെടുത്തലിനുള്ള കാത്തിരിപ്പുണ്ടോ എന്നുള്ളതാണ് ഇന്നിന്റെ പ്രസക്തമായ ചോദ്യം. എന്റെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനെ കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കവും ശ്രദ്ധയും കാത്തിരിപ്പും ജാഗരണവും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരുന്നേ മതിയാകൂ. അതിനാൽ നമുക്ക് ഈ ക്രിസ്തുമസ് നാളുകളിൽ ശ്രദ്ധാപൂർവം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ പ്രത്യാശയ്ക്കായി നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അങ്ങയുടെ തിരുജനനത്തെ കൊണ്ടാടുന്ന ഈ വേളയിൽ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളത്തിൽ ജനിക്കുവാൻ, ശ്രദ്ധാപൂർവം അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാൻ, ഞങ്ങളുടെ കാത്തിരിപ്പുകളെല്ലാം ആത്മപ്രേരിതമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ആമേൻ.